ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്കും പുനരുത്ഥാനം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ദിന ആശംസകൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണം വിട്ട് ജീവനിൽ കടന്നവരാണോ നിങ്ങൾ എന്ന ചോദ്യത്തിന് അതെ എന്നുത്തരം പറയുവാൻ കഴിയുന്നവരായി ഒരേ ഒരു കൂട്ടരേ ലോകത്തിലുള്ളൂ. ആരാണവർ? മരണത്തെ തൻ്റെ മരണത്താൽ കൊന്നുകളഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിച്ചവർ, ഇനി വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർ. ഇവിടെ മരണമെന്നത് രണ്ടാമത്തെ മരണമാണ്. ആദ്യത്തെ മരണം നാം ഓരോരുത്തരും ഈ മർത്യശരീരം വിട്ടുപോകുന്ന അവസ്ഥയാണ്. നമ്മുടെ ആത്മാവായ യഥാർത്ഥ മനുഷ്യനാണ് യേശുവിൻ്റെ കാൽവറി മരണത്താലും ഉയർപ്പിനാലും രക്ഷ പ്രാപിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മാത്രം. അങ്ങനെ വിശ്വസിച്ചവർ ഈ ശരീരം വിട്ട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ജീവിക്കുന്ന ഇടമാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. എല്ലാവരും പേടിക്കുന്ന ഒരു വസ്തുതയാണ് മരണം, ഡെത്ത്. വെറും 60, 70, 80, 90, 100 അല്ലെങ്കിൽ 110 വയസ്സ് വരെ ജീവിക്കുവാൻ എന്തെല്ലാം പെടാപ്പാടാണ് മനുഷ്യൻ പെടുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതോട് ചേർന്നുള്ള അനുബന്ധ സംവിധാനങ്ങൾ, ഇതെല്ലാം അവർ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അവർ ഓർക്കുന്നില്ല തങ്ങൾ ആയിരിക്കുന്നത്, ജീവിക്കുന്നത് ഈ മർത്യ ശരീരത്തിലാണ് എന്നുള്ളത്. എപ്പോൾ അവർക്ക് ആ ബോധം വരുമോ അപ്പോൾ അവർ അമർത്യമായ ഒരു ശരീരം പ്രാപിക്കുവാൻ ആഗ്രഹിക്കും. ആ ബോധം വരാത്തത് കൊണ്ടാണ് ഈ പ്രാകൃതമായ ശരീരം വിട്ട് ആത്മീകമായ ഒരു ശരീരം പ്രാപിക്കുവാൻ അവർ ഉത്സാഹിക്കാത്തത്, അവർ അതിനുവേണ്ടി തിരക്കാത്തത്, അതിനുവേണ്ടി അന്വേഷിച്ചിറങ്ങാത്തത്. മർത്യശരീരം പേറിക്കൊണ്ടാണ് നാം നടക്കുന്നത്. നാം മർത്യരാണ്. മനുഷ്യ, ഈ മർത്യശരീരം വിട്ട് അമർത്യ ശരീരം പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ നീ എന്താണ് ഒരുങ്ങാത്തത്? അതിന് നിനക്ക് ഒന്നും ചെയ്യേണ്ടതായില്ല, ഒരു വിലയും മുടക്കേണ്ടതായില്ല. അത് തരുവാനാണ്, നമ്മെ അമർത്യരാക്കുവാനാണ്, നമുക്ക് നിത്യജീവൻ നൽകുവാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, കബറടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് ഇന്ന് നടന്ന സംഭവമല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇന്നും ഈ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ, കടന്നു വരുവാൻ ആ ആഹ്വാനം അത് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോഴും അതേ ശബ്ദമാണ്, അതേ ആഹ്വാനമാണ് നിങ്ങൾ കേൾക്കുന്നത്. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഇത് ധൈര്യമായി പറഞ്ഞത് വിശുദ്ധനായ പത്രോസ് അപ്പോസ്തലനാണ്. കർത്താവിൻ്റെ കൂടെ നടന്ന് ജീവിച്ച് യേശുക്രിസ്തു സഹിച്ച പങ്കപ്പാടുകളും ആ കഷ്ടാനുഭവവും അവൻ്റെ ഉയർപ്പും കണ്ട് ആ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ പത്രോസ് അപ്പോസ്തലൻ. പത്രോസ് അപ്പോസ്തലനെ പോലെ ഇത് ധൈര്യമായിട്ട് പറയുവാൻ കഴിയുന്നവനാരാണ്?
അനുഭവിച്ചറിഞ്ഞവനാണ്. ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം സാക്ഷിക്കുന്നത് ഈ ഒരു നിത്യസത്യമാണ്. യേശുക്രിസ്തു ഇതാ മടങ്ങി വരുവാൻ പോകുന്നു. ആ ഒരു വലിയ സത്യം നാം ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുവാൻ നാം അമാന്തിച്ചുകൂടാ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1 verse 12. അതുപോലെ ചാപ്റ്റർ 3 verse 16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത്. ചാപ്റ്റർ 3 verse 36 പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവപുത്രനായ യേശുവിനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവൻ്റെ മേൽ ഉണ്ടാകും. നാം ആത്മാവിൽ ദരിദ്രരായിരിക്കണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ദാരിദ്ര്യം, ആത്മാവിലെ ദാരിദ്ര്യം എന്നത് ദൈവസംബന്ധമായി ദാഹമുള്ളവനായിരിക്കുക എന്നതാണ്. ദൈവത്തോടുള്ള അഭിവാഞ്ച, സത്യദൈവമായ യേശുക്രിസ്തുവിനെ പ്രാപിക്കുവാൻ ഉള്ള ആ ദാഹം, ആ വിശപ്പ്, അതാണ് ആത്മാവിലെ ദാരിദ്ര്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവരാണ് അമർത്യ ശരീരവുമായി, തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ആ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നത്. ഇവിടെ 1 Corinthians chapter 6 verses 9 and 10 പറയുന്നു, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്രകാരമാണ് ആ രാജ്യത്തിലേക്ക് പോകുവാൻ, കടക്കുവാൻ ഒരുങ്ങേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടവർ എപ്രകാരം ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, ഒരു വേർപാട് അനുഷ്ഠിക്കുവാൻ ആവശ്യമാണോ, അത്യാവശ്യമാണോ, അതാണ് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ ഇക്കാര്യം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഉയർപ്പിൻ്റെ ഈ സ്മരണ നാം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കാദ്യമായി 49-ാം സങ്കീർത്തനം ആലപിക്കാം. Psalm 49. ഇത് കോരഹപുത്രന്മാർ രചിച്ച ഒരു സങ്കീർത്തനമാണ്. 49-ാം സങ്കീർത്തനം നമ്മുടെ പ്രാണനെ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് കോരഹപുത്രന്മാർ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൃഗപ്രായനാകാതെ ബുദ്ധിമാനായിരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനമാണിത്. ഈ ലോകം തരുന്ന സുഖവും സുരക്ഷിതത്വവും അത് നിലനിൽക്കില്ല. മരണഭയത്തിൽ നിന്ന് വിടുതൽ നാം പ്രാപിക്കണം. ദുഷ്ടത കൊണ്ട് നേടുന്ന സമ്പത്തിനെതിരെ അത് നമുക്ക് വേണ്ട എന്ന് നാം വെക്കണം. കാരണം ആരുടെയും ധനം അവൻ്റെ മരണത്തിൽ നിന്ന് അവനെ വിടുവിക്കുകയില്ല. മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള
ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ ഉദ്ധാരണമാണ്. സർവ്വതോന്മുഖമായ ഒരു രൂപാന്തരം. നമുക്ക് വായിക്കാം സാം 49. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. എൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എൻ്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? മൃഗപ്രായനാകാതെ ബുദ്ധിമാനായി ആത്മാവിനു വേണ്ടി വാഞ്ചിക്കുവാൻ, ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്കായി വാഞ്ചിക്കുവാൻ ആഗ്രഹിക്കുന്നവരോടാണ് ഇത് പറയുന്നത്. അവർ പറയുകയാണ്, അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? ഈ ലോകത്തിൽ ആശ്രയം വച്ചിരിക്കുന്നവർ തങ്ങളുടെ സമ്പത്തിൽ അവർ ആശ്രയിക്കുന്നു. അവർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ അവർക്ക് കഴിയുകയില്ല. ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പാണ് വിലയേറിയത്. അത് ഇങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയുമില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാവുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. മർത്യനായവൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപമില്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. ഇങ്ങനെ ഈ മർത്യൻ 110-120 വയസ്സ് വരെ ജീവിച്ചാലും പാതാളമാണ് അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടെ ഇരുന്നപ്പോൾ താൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. നശിച്ചു പോകുന്ന മൃഗങ്ങളെപ്പോലെ ആകാതിരിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ രക്ഷയ്ക്കായി തന്ന ആ പദ്ധതി തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കൽവറിയിൽ യാഗമായി. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, കബറടക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമോ? വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. Christ the Lord risen today. Hallelujah. Sons of men and angels say, Hallelujah. Raise your voice and triumphs high. Sing heavens, thou earth reply. Hallelujah.
victory, O grave. Hallelujah. So we know where Christ has laid. Hallelujah.